ചാനൽ ചർച്ചയിലെ മുസ്ലിം വിരുദ്ധ പരാമർശത്തിൽ പി.സി. ജോർജിനെ സംരക്ഷിച്ചു പോലീസ്. പരാതികളിൽ പോലീസ് യാതൊരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. വിഷയത്തിൽ യൂത്ത് ലീഗ്, SDPI എന്നീ സംഘടനകളാണ് ആദ്യം പരാതി നൽകിയത്. പരാമർശം വിവാദമായതിന് പിന്നാലെ ക്ഷമാപണം നടത്തി തടിയൂരാനും പി.സി. ജോർജ് ശ്രമിച്ചിരുന്നു. മുസ്ലിം വിഭാഗക്കാർ മുഴുവൻ വർഗീയവാദികളെന്നായിരുന്നു പി.സി. ജോർജിന്റെ പരാമർശം. ജോസി ബാബു വിവരങ്ങൾ നൽകും. ജോസി, മൊത്തത്തിൽ 5ഓളം പരാതികൾ പി.സി. ജോർജിനെതിരെ പലയിടത്തായി നൽകിയിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും ഇതുവരെ അതിൽ ഒരു പരാതിയിൽ പോലും കേസെടുത്തിട്ടില്ല എന്നതാണ് ശ്രദ്ധേയമാകുന്നത്. എന്തുകൊണ്ടാണ് പോലീസിന്റെ നടപടികൾ വൈകുന്നത് എന്നാണ് മനസ്സിലാകുന്നത്? ദിവ്യ, കൂടുതൽ പരാതികളും വരുന്നുണ്ട്. ഇന്ന് പുതിയ 2 പരാതികൾ കൂടി ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിൽ സ്വീകരിച്ചിട്ടുണ്ട്. വെൽഫെയർ പാർട്ടിയുടെയും അതോടൊപ്പം SDPIയുടെയും പരാതി സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ 7ഓളം പരാതികൾ സംസ്ഥാനത്തുടനീളം പരാതികൾ എത്തിയെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ 6-ാം തീയതിയാണ് ചാനൽ ചർച്ചയിൽ വിവാദമായ പരാമർശം പി.സി. ജോർജ് നടത്തിയത്. അതിൻ്റെ വീഡിയോ സഹിതമാണ് ഈ സംഘടനകൾ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. എന്നാൽ ഇതുവരെയും ഇക്കാര്യത്തിൽ ഒരു ചെറുവിരൽ അനക്കുവാൻ പോലീസ് തയ്യാറായിട്ടില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. പി.സി. ജോർജിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് പോലീസ് സ്വീകരിക്കുന്നത്. ഗൗരവതരത്തിലുള്ള വിഷയമാണ് എന്നത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ, അല്ലെങ്കിൽ അതിൻ്റെ വീഡിയോ അടക്കം പുറത്തുവിട്ടിട്ടും അത് പൊതുസമൂഹത്തിൽ വളരെ രീതിയിൽ പ്രചരിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ അത് സ്വാഭാവികമായും പോലീസിന് കേസെടുക്കാവുന്നതാണ്. അത് പ്രചരിപ്പിച്ച മാധ്യമത്തിനെതിരെയും അതോടൊപ്പം പി.സി. ജോർജിനെതിരെയും. എന്നാൽ യാതൊരു നടപടിയും പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഇത്രയും ദിവസമായിട്ടും ഉണ്ടായിട്ടില്ല എന്നതാണ് ഏറ്റവും ഗൗരവതരത്തിൽ നാം കാണേണ്ട കാര്യം. എന്തായാലും ഈ വിഷയം ഉണ്ടായതിന് പിന്നാലെ തന്നെയാണ് വിവിധ ഇടങ്ങളിൽ പരാതികൾ ഉയർന്നു വന്നത്. പ്രധാനമായും ഇദ്ദേഹം ഈ ചാനൽ ചർച്ചയിൽ പറഞ്ഞത് മുസ്ലിങ്ങൾ മുഴുവൻ മതവർഗീയവാദികളാണ്, അവരെല്ലാം പാകിസ്ഥാനിലേക്ക് പോകണം. അതോടൊപ്പം പാലക്കാട് തിരഞ്ഞെടുപ്പിൽ KT ജലീലും കുഞ്ഞാലിക്കുട്ടിയും SDPIയും ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ ചേർന്ന് BJPയെ തോൽപ്പിക്കാൻ ശ്രമിച്ചു. ഈരാറ്റുപേട്ട എന്ന പ്രദേശത്ത് നിന്നാണ് താൻ വരുന്നത്. അവിടെ തന്നെ തോൽപ്പിക്കാൻ മുസ്ലിം വർഗീയത എന്ന തലത്തിലാണ് പ്രവർത്തിച്ചത്. അത്തരത്തിലുള്ള വലിയ ഗൗരവപ്പെട്ട വിഷയങ്ങളാണ് അദ്ദേഹം ഒരടിസ്ഥാനവുമില്ലാതെ ഈ ചാനൽ ചർച്ചയിൽ പറഞ്ഞത്. ഇതിന്റെ അടക്കം പൊതുമണ്ഡലത്തിൽ പൊതുസമൂഹത്തിൽ മതസ്പർദ്ധ വളർത്തുവാൻ ഇടയാക്കുന്ന സാഹചര്യങ്ങളാണ്. പിൻവലിച്ച ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട് എങ്കിലും പി.സി. ജോർജ് പറഞ്ഞത് അവിടെ നിലനിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ കേസെടുക്കണമെന്ന ആവശ്യമാണ് പരാതിക്കാർ മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ 7ഓളം പരാതികൾ സംസ്ഥാനത്തുടനീളം പി.സി. ജോർജിനെതിരെ നൽകിയിട്ടും പോലീസ് സംരക്ഷണം ഒരുക്കുകയാണ് പി.സി. ജോർജിന് എന്നതാണ് വ്യക്തമാകുന്നത്. ജോസി ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.